ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്നെയും കൂടി ടെൻഷൻ അടിപ്പിക്കാനായിട്ട്. അത് പിന്നെ ഹലോ. ആ നിങ്ങളവിടെ എത്തിയോ? ആ ഉപേന്ദ്രനുണ്ടല്ലോ കൂടെ അല്ലേ? ആ ഉണ്ട്. ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാ. ആ രജിസ്ട്രാർ ഒരു പ്രത്യേക സ്വഭാവക്കാരന് ഒരു രീതിയിലും അടിക്കില്ല. ഇതിനു മുമ്പ് അവിടെ എന്തോ ആൾമാറാട്ടം നടത്തി കള്ളാധാരം ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നു. അതുകൊണ്ട് കാര്യങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. പക്ഷേ അവിടെ ഒരു പീണുണ്ട്, അവൻ നമ്മളാളാ. അയാളോട് ഞാൻ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ അവൻ എത്തിയിട്ടുണ്ട്, ആ രോഹിത്ത്. എഴുതി തന്നതിന് ശേഷം അവരിട്ട് നല്ലൊരു പണി കൊടുക്കണം. നമ്മളെ വഞ്ചിച്ചവരാരും അങ്ങനെ നട്ടല്ല നിവർത്തി നമ്മളെ മുമ്പിൽ കൂടെ നടക്കണ്ട. എന്നാ പിന്നെ ഞാൻ രജിസ്ട്രേഷൻ കഴിഞ്ഞ് വിളിക്കാം. ആ പിന്നെ ഒരു പഴുതുമില്ലാതെ കാര്യങ്ങൾ ചെയ്യണം. കളക്ടർ വേണം വന്നിരടി. ഏയ് ഇതുവരെ വന്നിട്ടില്ല. വരും, കാഞ്ഞ ബുദ്ധിയാവും. അവളെന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ടാ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. എന്താ പിന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് വിളിക്കും. ശരി, അങ്ങനെ ആവട്ടെ. ഓക്കെ. ചിറ്റപ്പനായിരുന്നു. അങ്ങേരുന്ന് എവിടെയാ? ഇങ്ങോട്ട് വരാൻ പറയാൻ പാടില്ലായിരുന്നോ? അത് എന്തോ ഒഫീഷ്യൽ മീറ്റിംഗിലാ. അതെ, എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്. പക്ഷെ ഒട്ടും ഓക്കെ അല്ലാത്തത് ഇവിടുത്തെ സാറ് മാത്രമാണ്. ഭയങ്കര കണിശക്കാരനാണല്ലേ? ജോലിയോടെ ആത്മാർത്ഥത ഇത്തിരി കൂടുതലാ. അല്ലെങ്കിൽ പിന്നെ എഴുതി വാങ്ങിക്കുന്നവനും സ്ഥലത്തുണ്ടെങ്കിൽ സ്പോട്ടിലുണ്ടാവണമെന്ന് ഇങ്ങനെ വാശി പിടിക്കോ? ചെറിയൊരു തമ്പ് ഇംപ്രഷന്റെ കാര്യമുള്ളൂ. പക്ഷെ അതും ആധാരത്തിന്റെ ഫോട്ടോ നോക്കി ആളെ വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമേ പുള്ളിക്കാരെ സമ്മതിക്കൂ. ഇതിനു മുമ്പ് ഇവിടെ ഒരു കള്ളക്കളി നടന്നതുകൊണ്ടാ പുള്ളിക്കാരെ ഇത്രയും സ്ട്രിക്റ്റ് ആയത്. അപ്പൊ എന്നെ വിളിക്കുമല്ലേ? എഴുതി വാങ്ങിക്കുന്ന ആളല്ലേ? അതെ, എന്റെ പേരിലാ എഴുതി വാങ്ങിക്കേണ്ടത്. ഉപേന്ദ്രൻ. വിളിക്കുക മാത്രമല്ല, നിങ്ങളുടെ ആധാർ കാർഡ് അടക്കം അരിച്ചു പറക്കി നോക്കുകയും ചെയ്യും. ആദ്യം എഴുതി തരുന്ന ആളെ വിളിക്കട്ടെ. രോഹിത്. ഞാനാ. ആ ശരി, വാ. ആധാർ കാർഡും വോട്ടേഴ്സ് ID കാർഡും ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? അതൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. അല്ല, കൊച്ചമ്മ ഇതുവരെ വന്നില്ലല്ലോ. ഇനിയിപ്പോ ഇവിടെ വന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായിട്ടുണ്ട്. മുതൽ വീണ്ടും വീണ്ടും നഷ്ടപ്പെടുന്ന കാഴ്ച കാണുന്നത് ഒരു സുഖമുള്ള ഏർപ്പാടല്ലല്ലോ.